ഹലോ, പുസ്തകത്തിന്റെ ഫുൾ പേരെന്ന് പറയാ? പ്രകാശം തട്ടിക്കൂട്ടി തൊട്ടും കണ്ടും, ലൈറ്റ് മേക്ക് ആൻഡ് ലേൺ. അത്രയും ഉണ്ട്. ഇച്ചിരി നീളം കൂടിയ പേര്. ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് ചിലപ്പം പരിചയം ഉണ്ടാകും. നജീം കെ സുൽത്താൻ എന്ന് പറഞ്ഞ ഒരാളാണ്. എനിക്ക് വേണം കോപ്പി. ഇത് ടീച്ചറെ കേരളത്തിലാകമാനം നോക്കട്ടെ എത്ര കോപ്പിയായിരുന്നു അടിച്ചത്? 5000 കോപ്പിയാണ് ആദ്യം അടിച്ചത്. 5000 കോപ്പി അടിച്ചിട്ട് എന്റെ കയ്യിൽ വളരെ കുറച്ച് കോപ്പികൾ ഇരിപ്പുണ്ട്. ഈ 5000 കോപ്പി അടിച്ചിട്ട് കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും കുട്ടികൾക്കും ഫ്രീ ആയിട്ട് വിതരണം ചെയ്ത പുസ്തകമാണത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇത് വിൽപ്പനയ്ക്കുള്ള പുസ്തകമല്ല. ഇത് പറഞ്ഞല്ലോ ഈ 2000 ട്രിപ്ലിയും EMCയും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ കേരളത്തിൽ ആയിരക്കണക്കിന് ക്ലാസുകൾ നടത്തിയത്. അതിന് നമ്മൾ മലപ്പുറത്തും ഒക്കെ വന്ന് മലപ്പുറത്തും പാലക്കാടും ഒക്കെ വന്ന് ഇതിന്റെ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പുസ്തകങ്ങൾ, ഒരു പുസ്തകം അതിന്റെ ഭാഗമായിട്ട് ഇറക്കണമെന്ന് കരുതി എന്നെ കൊണ്ട് കുറച്ച് ഭാഗം എഴുതിച്ചു. അതിന്റെ ഈ കളികളും കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് എന്നെ കൊണ്ട് എഴുതിച്ചു. ബാക്കി നമ്മുടെ VK ദാമോദരൻ സാറും CP അരവിന്ദേശ്വർ സാറും അതുപോലെ തന്നെ സുരേഷ് നായർ, ഡോക്ടർ KN സുരേഷ് നായർ സാറും കൂടെ ചേർന്നിട്ട് വേറൊരു പുസ്തകം എഴുതി. ആ പുസ്തകമാണ് പ്രകാശ ശതാബ്ദത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് ആയതുകൊണ്ട് പിന്നെ 2 പുസ്തകമാക്കി ഇറക്കി എന്നുള്ളത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കേരളത്തിൽ ആകമാനം വിതരണം ചെയ്താണ്. അതിന്റെ പുതിയ പ്രിന്റ് ചെയ്യാനായിട്ട് ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞിട്ട് അതിങ്ങനെ നീട്ടിപ്പോകുന്നു. അല്ലെങ്കിൽ അത് വീണ്ടും പ്രിന്റ് ചെയ്ത് ആളുകളുടെ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി പ്രിന്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കയ്യിലുള്ളവർ വേണമെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്ത് ഞാനിതിന്റെ PDF ആക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ PDF അയച്ചിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്താൽ മതി. ഓക്കെ സാർ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും? ഹലോ, നമ്മൾ നേരത്തെ ഒരു ഗൂഗിൾ മീറ്റ് ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. മറ്റേ അത് സയൻസ് തോട്ടിന് വേണ്ടി ചെയ്തതാണ്. അന്ന് നിങ്ങൾ ജനിച്ചിട്ടില്ല, ഈ ഗ്രൂപ്പ് ജനിച്ചില്ല. കണ്ടിരുന്നു. 2-3 പേര് കാണും. ഇപ്പം അനീഷ് സാറും ബിന്ദു ടീച്ചറും ഒക്കെ അത് വലിയൊരു നഷ്ടമായല്ലോ സാറ്. ഇവിടെ നമുക്കൊന്ന് സംഘടിപ്പിക്കാം മാഷിനോട് പറഞ്ഞിട്ട്. സെയിം സംഭവം നമുക്ക് ആലോചിക്കാം. ശരി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇതുപോലെ പക്ഷേ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് കൺസെപ്റ്റ് കാണിക്കുക എന്ന് പറയുന്നത് നേരിട്ടാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാം വ്യക്തമാണ് സർ, ക്ലിയർ ആയിട്ടുണ്ട്. താങ്ക് യു. ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മള് വിദ്യാഭ്യാസ വകുപ്പിന്റെ DDയുടെ കയ്യിൽ കുറച്ച് ഫണ്ടുകളുണ്ട് എല്ലാ ജില്ലകളിലും. ആ ഫണ്ടുകൾ ഉപയോഗിച്ച് ടീച്ചേഴ്സിന് ട്രെയിനിങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. മുമ്പ് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഞാൻ പോയി ചെയ്തിരുന്നു. 2 വർഷത്തിന് മുമ്പാണെന്നോ 2-4 വർഷത്തിന് മുമ്പ്. അപ്പൊ അവരൊരു ഫണ്ടുണ്ട്. ഇപ്പം അനീഷ് സാർ പറയുന്നിട്ടോ അവിടെ പാലക്കാട് ഫണ്ടുണ്ട്, അവർ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലകളിലെ DDയുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക. കൈകൊണ്ട് ചെയ്യുകയല്ലാതെ ഒരു സംഗതിയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പണ്ട് OBB കിറ്റ് കൊടുത്ത കണക്കാ. OBB കിറ്റ് എല്ലാ സ്കൂളിലും കൊടുത്തു. അത് കൊണ്ടുവച്ചിരുന്ന ഒരു ഉപയോഗവും ഇല്ല. അവരവിടെ വെച്ചേക്കാനേ പറ്റും. അവർക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവരുടെ കയ്യിൽ ആ സാധനം എത്തിയില്ല. ശാസ്ത്രം കയ്യിലെത്തിയില്ല. അതാണ് പ്രശ്നം. സാധനം കിട്ടിയിട്ട് കാര്യമില്ല. എല്ലാവരും അവരവരുടെ സ്കൂളുകളിലെ സയൻസ് ക്ലബ് ഉദ്ഘാടനത്തിന് ഈ സുൽത്താനെ കേരളത്തിൽ എവിടെയും സയൻസ് ക്ലബ് ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സുൽത്താനെ അവിടെ കാണാം. എന്റെ സ്ഥലം കൊല്ലം കൊട്ടിയം. ഫസ്റ്റ് എൻക്വയറി വന്നുണ്ടോ? ആദ്യത്തെ എൻക്വയറി വന്നുണ്ടോ? അത് കുഴപ്പമില്ല. പക്ഷെ അത് കുട്ടികൾക്ക് വന്ന് ചെയ്യുമ്പോഴുള്ള രീതി വേറെയാണ്, ടീച്ചേഴ്സിന് ചെയ്യുന്ന രീതി വേറെയാണ്.
കുട്ടികൾക്ക് അങ്ങേറ്റം പോയാൽ നമ്മൾ 2-3 മണിക്കൂറിൽ കൂടുതൽ കുട്ടികളെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് വർക്ക്ഷോപ്പായിട്ട് തന്നെ സംഘടിപ്പിക്കേണ്ടി വരും. എന്റെ സ്കൂളിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് ഈ പറയുന്ന മഹാനായിരുന്നു ഈ വർഷത്തെ. അവിടെ തകർത്തില്ലേ എല്ലാവരും. ഇപ്പോഴും സാറ് പറഞ്ഞിരുന്ന ആ പേപ്പർ അങ്ങോട്ട് മടക്കി വെച്ചിട്ടുള്ള ആ ഫ്രീക്വൻസി വേരിയേഷൻ വരുമ്പോഴുള്ള അത് ഇപ്പോഴും ക്ലാസ്സിൽ ലൈവ് ഉണ്ട്. വെരി ഗുഡ്. ഹലോ സാറ് പിന്നെ അവിടെ ദിവസവും കാണിക്കുന്നുണ്ടോ സാറേ എക്സ്പെരിമെന്റ്, അതോ ആഴ്ചയിലൊരിക്കലോ? അല്ല, അസംബ്ലി. ഹലോ, എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? അത് കാണിക്കണം സാർ, അതൊരു മാതൃകയാണ്. അത് സാറ് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ. ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിരുന്നു. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി. റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കണ്ടശ ഗ്രൂപ്പിൽ ഇടാമായിരുന്നു. വേണം. ഇല്ല, എനിക്കെന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്, സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ശരി. അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ മറ്റുള്ളവർ. അനീഷ് സാറിനെ സംസാരിക്കാൻ പറ്റുന്നില്ലാന്ന്. അനീഷ് സാറ് മെസ്സേജ് ഇട്ട് കൊള്ളുന്നുണ്ട്. സംസാരിക്കാൻ പറ്റുന്നില്ലാന്ന് സാറ് ഉത്തരം. നമുക്കിത് ഏറ്റെടുക്കാം. പ്രശാന്ത്, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം പറയാനാ സാർ, അനീഷ് മാഷ് ഞാനൊക്കെ ഒപ്പം വർക്ക് ചെയ്തതാണ് സാർ. അനീഷ് മാഷ് കോഴ്സിനൊക്കെ വരുമ്പോ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നേ ചെയ്യണത്. നമ്മളെ കൊണ്ടാണ് തന്നെ പറയിപ്പിക്കണത്. അതിപ്പോ കുട്ടികളായത് സാർ അത്രയും ഫോഴ്സ് ചെയ്ത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നേ ചെയ്യാറ്. അത് തീർച്ചയായിട്ടും അങ്ങനെ പാടുള്ളൂ. അതെ. അതെ. എനിക്ക് സാർ പറയാൻ അങ്ങനെ ചെയ്യാറ്. നമ്മള് ഈ ഒരു 1-2 പരീക്ഷണങ്ങളിൽ നിർത്തരുത്. ഇടയ്ക്ക് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ എന്തായാലും ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രല്ല, സൗണ്ടുമായി ബന്ധപ്പെട്ട ആ ഒരു വർക്ക്ഷോപ്പും കൂടി നമുക്ക് ഇതേപോലെ ഓൺലൈനായിട്ട് നടത്താൻ പറ്റിയത് നന്നായിരുന്നു. അത് സ്ട്രൈറ്റ് സാറേ, സൗണ്ടുമായിട്ട് ഓൺലൈനിൽ അത്ര എഫക്റ്റീവ് അല്ല. അത് നേരിട്ട് കാണണം. അതാണ് അതിനെന്തായാലും മാർഗം. ഒരു ഓഫ്ലൈൻ സാറിനെ വിളിക്കുക. ക്ലാസ് നല്ലതാണ്. വരാൻ തയ്യാറായി. ജില്ലാ